നമ്മുടെ വണ്ടി നല്ല കിടിലനാക്കി തന്നിട്ടുണ്ട്. വണ്ടിയിൽ ചെയ്യാൻ പോണ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. കേരളത്തിൽ എവിടെ ആണെങ്കിലും നിങ്ങളുടെ വണ്ടിയിൽ ആക്സറി ചെയ്യണമെങ്കിൽ വീട്ടിൽ വന്ന് ചെയ്തു തരും. EMI ആക്കി ചെയ്തു തരുന്നതാണ് വീട്ടിൽ വന്നിട്ട്. എവിടെയെങ്കിലും കിട്ടും ഓഫർ അല്ലേ? അപ്പൊ എവിടം വരെ പരിപാടി? നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ സെന്റർ ലോക്ക് ചെയ്ത് കഴിഞ്ഞല്ലേ? സെന്റർ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സബ് വൂഫർ ഉണ്ട്. അതെ, ഇപ്പൊ ഏത് വണ്ടിയിലും നമുക്ക് ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്യാന്നുള്ള ഉദാഹരണമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അല്ലെ? ഇതിപ്പോ വണ്ടി വന്ന് ചെയ്യാൻ പറ്റിയ ഏത് വണ്ടിയാണെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെയ്തു കൊടുക്കും. ഓട്ടോയ്ക്ക് വരെ ചെയ്ത് കൊടുക്കാം അല്ലെ? ഏത് വണ്ടിയാണെങ്കിലും നമ്മുടെ സാധാ കീ കൊണ്ട് ഫ്ലിപ്പ് ചെയ്യാം. നമുക്ക് താക്കോൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ സാധനം തുറന്നു വരും. അപ്പൊ നമ്മുടെ 800ന്റെ അപ്ഡേഷൻ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ എവിടെ ആയിരിക്കും എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ എസ് ഗാരേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സെന്നെടുത്ത് ആദ്യമായിട്ട് എനിക്ക് വണ്ടിയിൽ ഒരു കാര്യം ചെയ്യുന്നത് ഇക്കയാണ്. അപ്പൊ ഇക്ക തൊട്ട് കഴിഞ്ഞാൽ ഐശ്വര്യമാണ്. നമ്മള് എന്താ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന വണ്ടിയിൽ? ഇപ്പൊ നമുക്ക് പിന്നെ അത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സബ് വൂഫർ, അതുപോലെ സ്പീക്കർ, പിന്നെ സെൻട്രൽ ലോക്ക്, പിന്നെ 70 മാറ്റ്, പിന്നെ സീറ്റ് കവർ. ഇത്ര ഐറ്റംസ് ആണ്. കാരണം ഞാൻ വണ്ടി എടുക്കാൻ ഇക്കാനെ വിളിച്ചു പറഞ്ഞു, ഇക്ക ഞാനൊരു വണ്ടി എടുക്കാൻ പോവാ. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി കൊണ്ടുപോയി സെറ്റാക്കി തന്നേക്കാം, അത്രേ ഉള്ളു. അപ്പൊ ഇവിടെ ആയിട്ട് നമ്മളെ വണ്ടിയിൽ ചെയ്യാൻ പോണ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് സെൻട്രൽ ലോക്ക് ആണ് അല്ലേ? ഇത് നമ്മുടെ RD സെൻട്രൽ ലോക്ക് 3 വർഷത്തെ വാറന്റി ഉണ്ട്. ഇതുവരെ നമുക്ക് കംപ്ലൈന്റ്സ് വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ വണ്ടിയിൽ സെന്നിൽ ചെയ്തിരിക്കുന്ന സെയിം ഈ ഒരു RDയുടെ സെൻട്രൽ ലോക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പോണ സെൻട്രൽ ലോക്ക്. അവരിപ്പോ ചെയ്തോണ്ടിരിക്കുകയാണ് വയറിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് ഐറ്റം. അപ്പൊ 4 ഡോറിലേക്കുള്ള മോട്ടർ. ഒരു കാര്യം ചെയ്യട്ടെ, അതായത് ഇതിപ്പം ഇതിനൊരു വിലയുണ്ടല്ലോ. അത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ സെൻട്രൽ ലോക്ക് ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ മാനുവൽ സെൻട്രൽ ലോക്ക് ഉള്ള വണ്ടിയാണെങ്കിൽ ഇതിന്റെ എത്ര റേറ്റ് ആവും? ഇത്ര റേറ്റ് വരത്തില്ല. ഇല്ല, കാരണം അതിന് ഒരു മോട്ടർ മതി, ചിലതിന് മോട്ടർ വേണ്ട. പിന്നെ കീയും ഈ യൂണിറ്റിന്റെ പൈസയാണ് വരുന്നത്. ഇതിനാണ് വിലയുള്ളത്. ഇതൊക്കെ വില അങ്ങനെ ഇല്ലാത്തത്. ഈ 2 സാധനമാണ് നമുക്ക് ആവശ്യമുള്ള. അപ്പൊ നമ്മുടെ കീ കട്ട് ചെയ്തതിനകത്തേക്ക് വെക്കണം. ഫ്ലിപ്പ് ചെയ്യാണ്. സാധാ കീ കൊണ്ട് ഫ്ലിപ്പ് ചെയ്യാം. നമുക്ക് താക്കോൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബട്ടൺ പ്രസ് ചെയ്യാൻ സാധനം തുറന്നു വരും അല്ലേ? അതെ, നമ്മൾ ചെയ്യാൻ പോണ ആൻഡ്രോയിഡ് സ്ക്രീൻ പിന്നെ പാനൽ അല്ലേ? ഇതാണ് നമ്മുടെ പാനൽ കേട്ടോ. അതെ, ഈ പാനൽ വെച്ച് നമുക്ക് ഏത് പാനലാണ് ഇത് നമുക്ക് എല്ലാ വണ്ടിയിലും പിടിപ്പിക്കാൻ പറ്റും. ഏത് വണ്ടിയിലും പിടിപ്പിക്കാം. അതെ, ഇപ്പൊ സാധാരണ എല്ലാവരും എഴുതിണ്ടാവും 2GB 32. 2GB ഉണ്ടാവൂല. ഇവിടെ എഴുതിയിട്ടുണ്ട് 2GB എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് 1GB 1GB ഉണ്ടാവും. പക്ഷെ മൈ TVS എന്ന് പറഞ്ഞ കമ്പനി, മുസിമോ എന്ന് പറഞ്ഞ കമ്പനി, ഇവരൊക്കെ കറക്റ്റ് ആയിരിക്കും. ഏതൻസ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കംപ്ലൈന്റ്സ് വളരെ കുറവാണ്. ഇതിനകത്ത് 2GB എന്ന് പറഞ്ഞാൽ 2GB പക്ക ഉണ്ടാവും. 32 എന്ന് പറഞ്ഞാൽ 32 പക്ക ഉണ്ടാവും. അപ്പൊ ഹാങ്ങിങ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതപ്പോ നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പീക്കർ. നമ്മുടെ 800 ഫ്രണ്ടിൽ സ്പീക്കർ വരുന്നില്ല. അപ്പൊ നമ്മൾ അതിനുവേണ്ടി സ്പീക്കർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ ട്രെയിൽ വെക്കാനുള്ള ഒരു ഓവൽ സ്പീക്കർ 400 വാട്ട്സിന്റെ ഇതും ചെയ്യുന്നുണ്ട്. G-Sonic. പിന്നെ നമ്മുടെ G-Sonicന്റെ ടീമിന്റെ തന്നെയാണ് പൈപ്പിയാനോ സബ് വൂഫർ. അപ്പൊ സെൻട്രൽ ലോക്കിന്റെ വയറിംഗ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വയറും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഏത് വണ്ടിക്ക് സെൻട്രൽ ലോക്ക് ചെയ്യാം അല്ലേ? ഏത് വണ്ടിക്ക്, പഴയ വണ്ടി പുതിയ വണ്ടി ഏതാണ് നമുക്ക് സെൻട്രൽ ലോക്ക് ചെയ്യാൻ പറ്റും. നല്ല പക്ക വാറന്റി കൊടുക്കാൻ പറ്റും. കറക്റ്റ് ഫിനിഷിംഗ് ചെയ്യാൻ പറ്റും. അതായത് സെൻട്രൽ ലോക്ക് എന്നുള്ളത് ഭയങ്കര ഉപകാരമുള്ള കാര്യം കേട്ടോ. ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വണ്ടി ഇറങ്ങിയിട്ട് താക്കോലിട്ട് വേണം, ഡോറെല്ലാം അടച്ചിട്ട് രണ്ടാമത് താക്കോലിട്ട് വേണം ലോക്കിട്ട് ഇറങ്ങാം. കേരളത്തിൽ എവിടെ ആണെങ്കിലും നിങ്ങളുടെ വണ്ടിയിൽ ആക്സറി ചെയ്യണമെങ്കിൽ വീട്ടിൽ വന്ന് ചെയ്തു തരും. എന്തുകൊണ്ടില്ല EMI ആക്കി ചെയ്തു തരുന്നതാണ് വീട്ടിൽ വന്നിട്ട്. സാധാ ഒരു കാറെന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റീരിയോ എങ്കിലും കാണും. നമ്മുടെ വണ്ടിയിൽ ഒരു സ്റ്റീരിയോ പോലും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയാൽ ഒരു സ്റ്റീരിയോ പോലും അതിനകത്തില്ല. അതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആകെ ഉണ്ടായിരുന്ന 2 സ്പീക്കറാണ്. നമുക്ക് വണ്ടി തന്ന ആള് സെറ്റ് ഊരിയെടുത്തെന്ന് തോന്നുന്നു. അതാ സംഭവം. സ്പീക്കറൊന്നും വർക്കിംഗ് ഒന്നും അല്ലായിരുന്നു. ഈ പഴയ സ്പീക്കർ നോക്കിയത് ഇതുണ്ടോ, ഇതായിരുന്നു പരുവം. ഇതുണ്ടോ, വയറൊക്കെ വിട്ടുപോയി, പേപ്പറൊക്കെ വിട്ടുപോയ സ്പീക്കറായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് പരുവം. പൈനിയറിനൊക്കെ ബ്രാൻഡൊക്കെ ഉണ്ട് കേട്ടോ. പൈനിയർ പക്ഷെ കൊള്ളത്തില്ല, അടിച്ചുപോയി. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീനിന്റെ പരിപാടിയാണ് കേട്ടോ. ആൻഡ്രോയിഡ് സ്ക്രീനിന്റെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് യൂണിവേഴ്സൽ പാനലാണ്. ഈ പാനൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും അതായത് ഇപ്പം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന റിസൾട്ടേ ഉള്ളൂ അല്ലേ? ജസ്റ്റ് സിമ്പിൾ ആണെന്ന് പറഞ്ഞാല് കുറച്ച് പണിയുണ്ട്. എന്നാലും സമ്മതിക്കുകയാണെങ്കിൽ ഏത് ടീമിനും നമ്മൾ ചെയ്തു കൊടുക്കും എങ്ങനെയാണെങ്കിൽ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ സെൻട്രൽ ലോക്കിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഭാഗത്ത് നമ്മുടെ സ്പീക്കർ, അതായത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഡിക്കിയിൽ തന്നെയാണ് നമ്മൾ ഈ സ്പീക്കർ വെക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇത് കണ്ടോ, G-Sonic എന്ന ബ്രാൻഡിന്റെ ഈ ഒരു സ്പീക്കറാണ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഇങ്ങനെ വരും കേട്ടോ. ഇത് കണ്ടോ,
ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ ഡോറെ പിടിപ്പിക്കാൻ പോണ സ്പീക്കർ കേട്ടോ. 4 ഇഞ്ചിൻ്റെ സ്പീക്കറാണ്. ഇതാണ് ബൈറ്റ്. ഈ സ്പീക്കറാണ് നമ്മളിപ്പോൾ ഫ്രണ്ട് ഡോറെ പിടിപ്പിക്കാൻ പോണേ. അപ്പോൾ എവിടം വരെ പരിപാടി? പണി കഴിഞ്ഞോണ്ടിരിക്കണം. നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ സെൻട്രൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞല്ലേ? സെൻട്രൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സബ് ബൂഫർ ഉണ്ട്. അതെ, സബ് ബൂഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇനി അതായത് കണക്ഷൻ കൊടുത്തിട്ടില്ല, ജസ്റ്റ് വയറിങ് കാര്യങ്ങളൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഫ്രണ്ടിലോട്ട് വരാൻ നേരം നമ്മുടെ ഇതിൻ്റെ അകത്ത് 2 സ്പീക്കർ തെറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ 800 വെക്കാനുള്ള പാനലും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഇനി എന്താ പരിപാടി? സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. സ്ക്രീൻ കാർഡാ? ഇതിന് സ്ക്രീൻ കാർഡ് ഉണ്ടോ? അതെ, നോക്കി എത്ര സ്പീക്കറുകളാന്ന് നോക്കി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതായാലും കൊണ്ടുപോവാം അല്ലേ? ഇത് നോക്കി ആൻഡ്രോയിഡ് സ്ക്രീനിന്റെ ഗ്ലാസ് ആണ്. മൊബൈലിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കണമെങ്കിൽ അത് തന്നെ വൈപ്പ് ചെയ്യണം അല്ലേ? ഫുള്ള് ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ആദ്യം പൊളിച്ചു മാറ്റുവാണ്. സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട്, നല്ല നീറ്റായി. ഇപ്പൊ ഏത് വണ്ടിയിലും നമുക്ക് ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്യാന്നുള്ള ഉദാഹരണമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അല്ല? ഇതിപ്പോ വണ്ടി വന്ന് ഇപ്പൊ ചെയ്യാൻ പറ്റിയ ഏത് വണ്ടിയാണെങ്കിലും ചെയ്ത് തന്നെ പറഞ്ഞാൽ ഇതേപോലെ ചെയ്തു കൊടുക്കും. ഓട്ടോയ്ക്ക് വരെ ചെയ്ത് കൊടുക്കാം അല്ലെ? ഏത് വണ്ടിയാണെങ്കിലും. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ സൗണ്ട് സിസ്റ്റം ചെയ്തിരിക്കുകയാണ്, അതെ സെൻട്രൽ ലോക്കും ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ അതെ നമ്മുടെ താക്കോല് കണ്ട, അതെ നമ്മള് തുറക്കാൻ പോവാണേ. കണ്ടില്ലേ? അപ്പൊ നിങ്ങളിത് ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു രൂപത്തിലായിരിക്കത്തില്ല നമ്മുടെ വണ്ടിയുടെ ഉൾവശം കാണുന്നത്. നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീനിന്റെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കർ അല്ലേക്കാ, ഇതിന്റെ അകത്താണ് കേട്ടോ 2 സ്പീക്കർ, ഇതിന്റെ അകത്താണ് സ്പീക്കർ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ബാക്കിൽ ഡിക്കിയുടെ അകത്ത് നമ്മുടെ സബും കാര്യങ്ങളും ഇത് കണ്ടോ, അതെ സബ് 8 ഇഞ്ചിന്റെ സബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്പീക്കർ, ഡോർ സ്പീക്കർ നമ്മുടെ ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഡിക്കി ഡോറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ക്യാമറ, റിവേഴ്സ് ക്യാമറ ഉണ്ട് കേട്ടോ, അത് മറന്നു പറയാൻ. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും കൂടെ നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി നല്ല കിടിലനാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മാരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കാറുകളിൽ ഏറ്റവും താഴെ, അതായത് 800 cc ഉള്ള, അതായത് മലയാളികളുടെ അല്ല ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള വണ്ടിയാണ് നമ്മുടെ 800 എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് വണ്ടി വന്നാലും നല്ല ഭംഗിയായിട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞു നമ്മുടെ വണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഏത് വണ്ടിയാണെങ്കിലും കൊടുക്കാം, ചെയ്തു കൊടുക്കാൻ സമയം തരണം അല്ലെ? അപ്പൊ ഞാൻ വന്നിട്ട് ധൃതി പിടിച്ചിട്ടാണ് എനിക്ക് 1 മണിക്കൂർ കൊണ്ട് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ സൗണ്ട് സിസ്റ്റം എടുക്കാൻ കുറച്ചു നേരം എടുത്തു, അല്ലെ? സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്യാൻ കുറച്ചു നേരം എടുത്ത്. കാരണം അത് ഫുള്ള്, അതായത് നമ്മുടെ വണ്ടി ഒരു സ്പീക്കർ പോലും ഇല്ലായിരുന്നു അല്ലേ? അതെ, അതിനാ മറ്റേ വേറെ രീതിയിലാക്കി മാറ്റിയോണ്ടാണ് അത്ര സമയം എടുത്തത്. അതല്ല മറ്റുള്ള വണ്ടിയൊക്കെയാണെങ്കിൽ അരമണിക്കൂർ മതി ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്യാൻ. അപ്പൊ അടുത്ത വീഡിയോ അല്ലേ, ഒരു ചെറിയൊരു ക്ലൂ കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഒരു വണ്ടിയുടെ അകം ആയിരിക്കത്തില്ല അല്ലെ? വേറെ ലെവലാക്കി തരാൻ നമ്മുടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ മോൾഡ് ചെയ്ത് പക്കയാക്കി എടുക്കും അല്ലെ? ഉഷാറായിട്ട് പറ. അതെ, ജോലി ചെയ്തോണ്ടാണ് ഇക്കൊക്കെ ക്ഷീണം. അപ്പൊ അടുത്ത വീഡിയോ എന്തായാലും നമുക്ക് ഉഷാറാക്കണം ഉടനെ തന്നെ. അതായത് ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ആ ഉള്ളിലത്തെ വീഡിയോ ആണ്. അതായത് നമ്മള് കിഡിലനായിട്ട് സീറ്റും ഫ്ലോർ മാറ്റ്, കസ്റ്റമൈസ് ചെയ്ത ഫ്ലോർ മാറ്റ് ചെയ്യാൻ പോണം, അടിപൊളിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ എസ് ഗാരേജ് നമ്മുടെ വൈറ്റ്ലേയിലാണ് വരുന്നത്. വൈറ്റ്ലേയിൽ പില്ലർ നമ്പർ 836 അല്ലേ? 836 പില്ലർ നമ്പർ മെട്രോ ആണ് കേട്ടോ. മെട്രോ പില്ലർ നമ്പർ 836 നേരെ ഓപ്പോസിറ്റ് ആണ് എസ് ഗാരേജ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്പർ സ്ക്രീനിൽ പലതവണ വന്നു പോയിട്ടുണ്ട്. എന്ത് ആവശ്യത്തിനും ഇക്കാനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതൊരു ഗോവിന്ദ് സൈനിങ് ഔട്ട്.